ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പപ്പി ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. പപ്പിക്ക് കാവലായി വിഷ്ണു ആണുള്ളത്. ശ്യാമ അവിടേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ. എന്നിട്ട് സത്യയെ കാണുന്ന കാര്യവുമൊക്കെ സംസാരിക്കുന്നു. പപ്പി ഉണർന്നാൽ ആദ്യം ചോദിക്കുന്നത് സത്യയായിരിക്കും. അതുകൊണ്ട് തന്നെ സത്യമായി ഇനി എന്ത് പറഞ്ഞാലും പപ്പിയുടെ ആവശ്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതെന്നും ശ്യാമ പറയുന്നു. അവളുടെ സന്തോഷം അതല്ലേ പപ്പിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി. അങ്ങനെ ഒരു പരിഗണന കൊടുത്താൽ മതി സത്യയ്ക്ക്. സത്യയെ കണ്ടു കഴിഞ്ഞാൽ പപ്പിയുടെ പകുതി അസുഖം മാറും. ഡോക്ടർ പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ്. കുഞ്ഞേച്ചിയും സത്യയും കാണാൻ കഴിയാത്ത ഒരു ഷോക്ക് പപ്പിയിലുണ്ട്. അത് ഉടൻ പരിഹരിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അവരെ കണ്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുകയും മോളുടെ അസുഖം സുഖപ്പെടുത്തുകയും ചെയ്യണം. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് ശ്യാമ പറയുന്നു. ഇനി ഹോസ്പിറ്റലിൽ വെച്ച് ഒരു വഴക്കുണ്ടാകണ്ടെന്ന് വെച്ചിട്ടാണ്. പോട്ടെ, ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ വിഷ്ണു പറയുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. രോഹിത്തോ ആരെങ്കിലും വന്നിട്ടേ ഞാൻ പോകൂ എന്നും പുറത്തുനിന്ന് മെഡിസിൻ വല്ലതും വാങ്ങണോ എന്നൊക്കെ വിഷ്ണു ശ്യാമയോട് ചോദിച്ചു. ശ്യാമ പറയുന്നു, അല്പം കഴിയുമ്പോൾ പപ്പി എണീക്കും. അപ്പോൾ കണ്ടിട്ട് പോയാൽ മതി. ഇനിയിപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ കരച്ചിൽ തുടങ്ങുമെന്നും പറയുന്നു. എന്നാൽ ഇതേ സമയം ശാലിനിയും സത്യമോളും ശാരദാമ്മയും ഈ സ്ഥലം വിട്ട് തന്നെ ഈ നാട് വിട്ട് തന്നെ പോവുകയാണ്. അഹമ്മദാബാദിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരദാമ്മയാണെങ്കിൽ ശാലിനി അറിയാതെ വിഷ്ണുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വിഷ്ണു ആണെങ്കിൽ ഫോൺ എടുക്കുന്നതുമില്ല. അതിൻ്റെ ഒരു ടെൻഷനിലാണ് ശാരദാമ്മ. ശാലിനി വിഷ്ണുവിനെ അറിയിക്കാതെയാണ് ഈ പോകുന്നത്. അറിഞ്ഞാൽ ഈ യാത്ര തടയുമെന്ന് എന്തായാലും ശാലിനിക്കറിയാം. അതുകൊണ്ടാണ് വിഷ്ണു അറിയരുതെന്ന് ശാലിനി ശാഠ്യം പിടിക്കുന്നത്. അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് ശാലിനി. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് സത്യ ഇരിക്കുന്നത്. സത്യ വിചാരിക്കുന്നത് എവിടെയോ ടൂർ പോവുകയാണെന്നാ. അതുകൊണ്ട് തന്നെ ഒരു പാവക്കുട്ടി എടുത്തു വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും ബിഗ് ഫ്രണ്ടിനെയും ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല എന്നറിയുമ്പോൾ അവളാകെ തകർന്നു പോവുമല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ ശാരദാമ്മ വിചാരിക്കുന്നു. ഇതേ സമയം ശാലിനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വിഷ്ണുവേട്ട പറയാതെ പോയതിന് മാപ്പ്. സത്യാമ്മയ്ക്ക് മുന്നിൽ നമ്മൾ എന്നും ഇങ്ങനെ രണ്ട് ധ്രുവങ്ങളായി കഴിയേണ്ടവരാണ്. സ്വപ്നങ്ങൾ കാണുന്നവർക്ക് ദൂരെ നിന്നായാലും കാണാമല്ലോ. അതിനെ ആർക്കും വിലക്കാൻ സാധിക്കില്ലല്ലോ. നമ്മൾ കാണണമെന്നില്ല, പരസ്പരം ഓർമ്മയിലുണ്ടായാൽ മതി. പരസ്പരം കാണാതെ പ്രണയിക്കാം. ഇങ്ങനെയൊരു യാത്ര പോകുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സ് മുഴുവനും വിഷ്ണുവേട്ടനിലാണ്. എനിക്ക് എൻ്റെ ശരീരം മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളൂ. മനസ്സ് എത്ര കെട്ടിവലിച്ചാലും കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ എത്രമാത്രം വിഷ്ണുവേട്ടനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കും വിഷ്ണുവേട്ടനും പരസ്പരം അറിയാം. പക്ഷേ എന്നിട്ടും നമ്മൾ എന്താ വിഷ്ണുവേട്ട ഇങ്ങനെയായിപ്പോയത്? ഒടുവിൽ ഒരു എത്തുംപിടിയുമില്ലാതെ ഇങ്ങനെ ഒഴുകി പോവുകയാണ് രണ്ട് ധ്രുവങ്ങളിലായിട്ട്. ഇനി എല്ലാം ഉപേക്ഷിച്ച് കാണാൻ അറിയത്തിരുന്ന് നമുക്കിങ്ങനെ പ്രണയിക്കാമെന്ന് ശാലിനി മനസ്സിൽ വിചാരിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ട്. ശാലിനി കണ്ണുനീര് തുടയ്ക്കുന്നത് ശാരദാമ്മ ശ്രദ്ധിക്കുന്നു. സത്യം നോക്കുകയാണ് ശാലിനി. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, പാവം നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സത്യമോള്. മറ്റൊരു നാട്, മറ്റൊരു ഭാഷ, മറ്റൊരു ആൾക്കാർ എല്ലാം ഒന്നേന്ന് തുടങ്ങണം. പുതിയ ജീവിത രീതി, പുതിയ കൂട്ടുകാർ. ആദ്യം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പിന്നെ അത് ശരിയാവും. ശരിയായില്ലെങ്കിൽ എല്ലാം ശരിയാകുമെന്ന രീതിയിൽ മനസ്സിനെ പഠിപ്പിച്ച് മുന്നോട്ട് പോകണം. എന്നാലും ഇനി ഇങ്ങോട്ട് കയറി വരില്ല എന്നും ശാലിനി ഓർക്കുന്നു. അമ്മ എൻ്റെ ഫോണൊന്ന് തന്നെ, ഞാൻ ടൂറിന് പോകുന്ന കാര്യം പപ്പിയോടൊന്ന് വിളിച്ച് പറയട്ടെ. ഒന്ന് താ അമ്മേ. എൻ്റെ ബിഗ് ഫ്രണ്ടിനോടെങ്കിലും ഞാനൊന്ന് പറയട്ടെ. തിരിച്ചു വരുമ്പോൾ പപ്പിക്ക് എന്തൊക്കെയാ വാങ്ങിച്ചുകൊണ്ട് വരണ്ടേന്നെങ്കിലും ഞാൻ ചോദിക്കട്ടെ എനിക്ക് സത്യ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, നീ ഒരാളെയും വിളിക്കുകയും വേണ്ട, പറയും വേണ്ട. നമ്മൾ പോയിട്ട് വന്നിട്ട് അറിഞ്ഞാൽ മതി. മോളെ, വിഷ്ണുമോനോടെങ്കിലും ഒന്ന് പറയണ്ടേ? അല്ല, സത്യമോളുടെ സങ്കടം കണ്ടുകൊണ്ട് പറഞ്ഞതാണെന്ന് ശാരദാമ്മ. സങ്കടം എല്ലാവർക്കും ഉണ്ടമ്മേ. ഇനി ആ സങ്കടത്തിന് പിന്നാലെ പോകാൻ സമയമില്ലെന്ന് ശാലിനി പറയുന്നു. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്നതും പോയതും ആ സങ്കടത്തിന് പിന്നാലെയല്ലേ? എന്നിട്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് ഇനിയൊരു മറുചിന്തയില്ല. തീരുമാനിച്ചതുപോലെ തന്നെ നടക്കും. ഇതേസമയം ഹോസ്പിറ്റലിലിരിക്കുന്ന പപ്പിയെയും വിഷ്ണുവിനെയും കാണിക്കുന്നു. പപ്പിക്ക് ഇപ്പോൾ ചെറുതായി ബോധം വരുന്നുണ്ട്. പപ്പി ഉണർന്ന പാടെ ശ്യാമ അവിടേക്ക് വന്നിട്ടുണ്ട്. വിശക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. പിന്നെ മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പപ്പി ആ മരുന്ന് തട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. ചേച്ചിയമ്മയും സത്യം വന്നില്ലേ വിഷ്ണു അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. അവർ വരുമെന്ന് വിഷ്ണു. എനിക്കവരോട് സോറി പറയണം. ഒരുപാട് വഴക്ക് അവരെ പറഞ്ഞു. അത് ഞാൻ കാരണമല്ലേ എനിക്ക് പപ്പി. അതുകൊണ്ട് അവർ രണ്ടുപേരോടും എനിക്ക് സോറി പറയണമെന്നും പപ്പി. അത് പറയാലോ, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് സുഖമായിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാലോ. എനിക്ക് വിഷ്ണു പറയുമ്പോൾ അത് പറ്റില്ല വിഷ്ണു അച്ഛാ, എനിക്ക് ഇപ്പോൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ് പപ്പി. അത് വിഷ്ണു അച്ഛൻ സെറ്റാക്കി തരാം. വിഷ്ണു അച്ഛനെ മോൾക്ക് വിശ്വാസമില്ലേ? അതുകൊണ്ട് ഈ മരുന്ന് കഴിക്കുക എന്നൊക്കെ വിഷ്ണു പറയുന്നു. കുഞ്ഞേച്ചി വന്നത് പപ്പിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിഷ്ണുവേട്ട. കുഞ്ഞേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പപ്പി ഇല്ലായിരുന്നു.
പപ്പി ഇന്ന് ജീവനോടെ ഇരിക്കുന്നതിന് കാരണം എൻ്റെ കുഞ്ഞേച്ചിയാണ്. കുഞ്ഞേച്ചി ബ്ലഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ പപ്പി മോളിന്ന് ഉണ്ടാകില്ലായിരുന്നു എന്ന് ശ്യാമ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് ബ്ലഡുമായി വന്നത് ശാലിനിയാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അല്ലാതെ പിന്നെ ഈ റേ ഗ്രൂപ്പ് ആര് തരാനാ എന്ന് ശ്യാമ. എന്നിട്ട് ഈ കാര്യം നീ എന്താ മുന്നേ പറയാതിരുന്നത് എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അതറിഞ്ഞിരുന്നെങ്കിൽ ശാലിനിയെ അമ്മ അപമാനിച്ച് വിടുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി പറഞ്ഞു പറയേണ്ടത്. കുഞ്ഞേച്ചിയാണ് ബ്ലഡ് കൊടുക്കാൻ വന്നിരുന്നതെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ബ്ലഡ് കൊടുക്കാൻ സത്യമ്മ സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് രഹസ്യമായി ബ്ലഡ് കൊടുക്കാൻ വന്നതും ആരുടെ മുന്നിലേക്ക് വരാതെ മാറി നിന്നതും. ഇത്രയൊക്കെ ചെയ്തിട്ട് അമ്മ പറയുന്നത് കേട്ട് നിൽക്കുകയും ചെയ്യല്ലോ. പപ്പി മാത്രമല്ല, നമ്മളെല്ലാവരും മാപ്പ് പറയേണ്ടതാണ് ശാലിനിയോട് എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു ആലോചിക്കുന്നുണ്ട്. ശ്യാമ വിഷ്ണുവിനോട് പറയുന്നു, വിഷ്ണുവേട്ടാ, കുഞ്ഞേച്ചിയോട് നമ്മളെല്ലാവരും ചെയ്യുന്നത് കടുത്ത ദ്രോഹമാണ്. എന്നിട്ട് ഇത്രയും വഴക്കും ചീത്തയും ഒക്കെ കേൾക്കുന്നു എന്നോർത്ത് ആ പാപം അവിടെ ഇരുന്ന് കരയുകയായിരിക്കും എന്ന് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എന്നും അങ്ങനെയാണല്ലോ. തെറ്റ് ചെയ്യാത്ത ശാലിനിയാണ് എപ്പോഴും ശിക്ഷിക്കപ്പെടുന്നതെന്ന്. അതിന് നമ്മൾ കൂടി ഭാഗമാകുമ്പോഴാണ് നമ്മളും തെറ്റുകാരാവുന്നത്. എല്ലാം ഉള്ളിലൊതുക്കി എൻ്റെ കുഞ്ഞേച്ചി പോയത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ചങ്ക് പൊട്ടിക്കൊണ്ടാണ് ആ പാവ ഇവിടുന്ന് പോയത് എന്ന് ശ്യാമ പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട്, എനിക്ക് ചേച്ചിയമ്മയും സത്യമ്മയും ഇപ്പോൾ കാണണമെന്ന്. വിഷ്ണു വെച്ച് അവരെ പോയി കൂട്ടിക്കൊണ്ടുവാ എന്ന് പപ്പി പറയുന്നു. അല്ലെങ്കിൽ ഞാൻ മരുന്നും ഭക്ഷണവും ഒന്നും കഴിക്കില്ലെന്നും വാശി പിടിക്കുന്നു. വിഷ്ണു അച്ഛൻ ഇപ്പോൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. ശരി വിഷ്ണു അച്ഛൻ, ശാലിനി വിളിച്ചുകൊണ്ട് വരാം, നല്ല കുട്ടിയായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് പപ്പിയെ ഒരു ചുംബനവും കൊടുത്തിട്ട് വിഷ്ണു പോകുന്നു. ഞാൻ അവരെയും കൊണ്ടേ വരൂ എന്ന് പറഞ്ഞ് വിഷ്ണു പോകുന്നു. ചേച്ചിയമ്മയും സത്യം വരൂ അമ്മയെന്ന് ശ്യാമയോട് ചോദിക്കുകയാണ് പപ്പി. വരും, ഉറപ്പായിട്ടും വരും എന്ന് ശ്യാമ പറഞ്ഞു. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ശാലിനിയും ശാരദാമ്മയും പപ്പിയും. ഇപ്പോഴാണ് വിഷ്ണു നോക്കുന്നത് ഫോൺ. ശാരദാമ്മ വിളിച്ചിട്ടുണ്ടല്ലോ, പപ്പിയുടെ വിവരം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു. എന്തെങ്കിലും കാര്യമില്ലാതെ വിളിക്കില്ല എന്ന് വിചാരിച്ച് വിഷ്ണു ഇപ്പോൾ ശാരദാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. ശാലിനി കാണാതെ ശാരദാമ്മ ഫോൺ എടുക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ എന്ന് പറയുന്നു. ആ മോനെ വിളിച്ചിരുന്നു, ഒരു അത്യാവശ്യ കാര്യം പറയാൻ വിളിച്ചതാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, ഫോൺ ചാർജിൽ വെച്ചിരിക്കുകയായിരുന്നോ? പപ്പിക്ക് എങ്ങനെയുണ്ടെന്ന് ശാരദാമ്മ ചോദിക്കുന്നു. ശാലിനിക്ക് ട്രാൻസ്ഫറാണ് അഹമ്മദാബാദിലേക്ക്. അവൾ ചോദിച്ചു വാങ്ങിയ ട്രാൻസ്ഫർ ആണെന്ന് പറയുമ്പോൾ തന്നെ അഹമ്മദാബാദിലേക്കോ എന്ന് ഞെട്ടലോടെ വിഷ്ണു ചോദിക്കുന്നു. ഇനി ഇങ്ങോട്ട് തിരിച്ചില്ല എന്ന രീതിയിലാണ് അവൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലാണ്, ട്രെയിൻ വരാറായി എന്ന് തോന്നുന്നു. മോൻ പപ്പിയോട് പറഞ്ഞേക്കണം, അവളോടും ശ്യാമയോടും യാത്ര പറഞ്ഞിട്ട് പോകാത്തതിൽ സങ്കടമുണ്ട്. മോനെ പോലും അറിയിക്കരുതെന്നാ ശാലിനി പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവൾ അറിയാതെയാണ് ഈ സംസാരിക്കുന്നതെന്നും ശാരദാമ്മേ, ഞാൻ അത്രത്തോളം വെറുക്കപ്പെട്ടവനായി മാറിയോ? അല്ല, നിങ്ങളിപ്പോൾ ഏത് സ്റ്റേഷനിലാണെന്നൊക്കെ വിഷ്ണു ചോദിക്കുമ്പോൾ ശാരദാമ്മ അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ശരി, ഞാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് വരാമെന്നും പറയുന്നു. ശാലിനി തിരിഞ്ഞു നോക്കിയപ്പോൾ വിഷ്ണു ശാരദാമ്മ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് കാണുന്നു. അമ്മ ആരോടാണ് ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. പെട്ടെന്ന് ശാരദാമ്മ ഫോൺ വെച്ചു. ഹോട്ടലിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ട്രെയിനിന് സമയമായെന്ന് ശാലിനി പറയുന്നു. പെട്ടെന്ന് തന്നെ വിഷ്ണു സ്കൂട്ടർ എടുത്ത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനിടയിൽ സത്യ പറയുന്നുണ്ട്, പപ്പിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ ടൂറ് അടിച്ച് പൊളിക്കാമായിരുന്നു. പപ്പിയും കൂടി വിളിക്കാത്തത് എന്താ അമ്മ എന്നൊക്കെ ചോദിക്കുന്നു. പപ്പിയെ സത്യമ്മ വിടില്ല. അത് മാത്രമല്ല, നമ്മൾ അധികം ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുമെന്നും ശാലിനി പറയുമ്പോൾ സത്യ ചോദിക്കുന്നുണ്ട്, ഏത് സ്ഥലമാണെന്ന് അമ്മ ഇതുവരെ പറഞ്ഞില്ല. മോളെ, അതൊക്കെ അവിടെ ചെല്ലുമ്പോൾ അറിയാമെന്ന് ശാലിനി. ഇതേസമയം വിഷ്ണു ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നാൽ ശാലിനി ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആരാണ് മോളെ വിളിച്ചത് എന്ന് ശാരദാമ്മ. ആരോടെങ്കിലും സംസാരിക്കുക, നമ്മൾ ഇവിടുന്ന് പോവുകയാണെന്ന് പറയുന്ന ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റില്ല ഈ വിളിക്കുന്ന ആളോട്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ എടുക്കാത്തത് എന്ന് പറയുമ്പോൾ വിഷ്ണു ആണോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. വിഷ്ണുവിൻ്റെ വിളി പിന്നെയും വരുന്നുണ്ട്. വിഷ്ണുവേട്ടനാണെന്ന് ശാലിനി പറഞ്ഞു. എല്ലാവരെയും സങ്കടപ്പെടുത്തിയിട്ട് ഇങ്ങനൊരു യാത്ര വേണം മോളെ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. ഒഴിവാക്കാൻ പറ്റില്ല അമ്മേ, ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചതാണ് ഞാൻ. എല്ലാം ഇത് വേണം, ഇല്ലെങ്കിൽ എങ്ങും എത്താതെ പോകും എൻ്റെയും നമ്മുടെ എല്ലാവരുടെയും ജീവിതമെന്ന് ശാലിനി. ഇത് രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ, അല്ലാത്തവർ നശിക്കട്ടെ എന്നും പറയുന്നുണ്ട്. വീണ്ടും വിഷ്ണു വിളിക്കുന്നുണ്ട് ശാലിനിയുടെ ഫോണിലേക്ക്. എന്നാൽ എത്ര വിളിച്ചിട്ടും ശാലിനി ഫോൺ എടുക്കുന്നില്ല. നീ ഫോൺ എടുക്ക്, എന്നിട്ട് നമ്മൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യം പറയുമെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, പോവുകയാണെന്ന് എനിക്ക് പറ്റില്ല. ആ ശബ്ദം കേട്ടാൽ ഇടറും എൻ്റെ മനസ്സ്, ഞാനാകെ തകർന്നു പോകും. എല്ലാം ഇട്ടെറിഞ്ഞ് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകുമെന്നും ശാലിനി. അതിനെ നീ സംസാരിക്കേണ്ട, അവന് പറയാനുള്ളത് എന്താണെന്ന് കേട്ടോടെ എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. ഫോൺ എടുക്കാനായി പറയുന്നു. എന്നാൽ ശാലിനി ഫോൺ എടുക്കുന്നില്ല. ഒടുവിൽ ശാലിനി ഫോൺ എടുത്തു.
ശാലിനി, താൻ എങ്ങോട്ടായി പോകുന്നത്? എന്നിൽ നിന്നും ഒളിച്ചോടി പോവാണോ? അങ്ങനെ തനിക്ക് ഒളിക്കാൻ ഈ ഭൂമിയിൽ ഒരു സ്ഥലമുണ്ടോ? നോക്കൂ, എവിടെ പോയാലും എൻ്റെ ഓർമ്മയിൽ നിന്ന് തനിക്ക് ഓടിയെത്താൻ പറ്റുമോ? പറ്റുമെങ്കിൽ താൻ പോ, ഏത് പാതാളത്തിൽ വേണമെങ്കിലും പോ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. ഇത് കേട്ട് കരയുകയാണ് ശാലിനി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.